നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് റീഡിംഗ് കാണുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. The Hierophant ആണ്, The Moon, Magician, Judgment, Queen of Pentacles, Page of Cups, Five of Cups, Page of Wands, Seven of Pentacles. Forgiveness, indecisive, understanding, absence, commitment, secrets, time, unfinished business. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തതിൻ്റെ റീസൺ ആയിട്ട് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ഡിസിഷനിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അവർക്കറിയാം അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാത്തത് തന്നെയാണ് ഈ റിലേഷനിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത് എന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ അവർക്കറിയാം നിങ്ങൾക്ക് അതൊരു ഹേർട്ട് ആവുന്നുണ്ട്, അവരൊരു സ്ട്രോങ് ഡിസിഷനിലോട്ട് വരാത്തത് നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്കറിയാം. പക്ഷേ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ അവരുടെ മനസ്സിൽ പല കാര്യങ്ങളും, പല സീക്രട്സും ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാത്തതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു മൂൺ കാർഡ് കാണിക്കുന്ന പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരിങ്ങനൊരു ഡിസിഷൻ എടുക്കാതെ ഈ ഒരു റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് സീക്രട്സ് അവർ നിങ്ങളോട് തുറന്നു പറയേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ അവർ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാത്തതും ഈ റിലേഷനിലൊരു സ്ട്രോങ് ഡിസിഷനിലോട്ട് വരാത്തതും നിങ്ങളെ പലപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലൊരു പലപ്പോഴും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇവർ അകലം കാണിക്കുന്നു, അല്ലെങ്കിൽ ഇവർ കംപ്ലീറ്റ്ലി റിലേഷനിൽ ഇൻവോൾവ്ഡ് ആവുന്നില്ല എന്നുള്ള ഒരു പരാതി നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഈ റിലേഷനിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കിടയിലുള്ള ഇഷ്യൂസ് ആയിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ
അവർക്ക് ഇവിടെ ഒരു ഫോർഗീവ്നെസ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ സത്യത്തിൽ ഇങ്ങനെ ഒരു സെപ്പറേഷനിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അവർക്ക് കംപ്ലീറ്റ്ലി ഒരു വിഷമം, അല്ലെങ്കിൽ മനസ്സ് ശരിയല്ലാതെ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുക, ഇമോഷണലി ഡൗൺ ആവുക, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അവർ സത്യത്തിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെ അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കൺഫ്യൂഷൻ ഉണ്ടാവുക, അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്തത് ഒക്കെ അവർക്കറിയാം. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ചയിൽ അവർ അത്രയും വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ അവരിപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ്. ദ മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് വേണം എന്നുള്ള ഒരു ചിന്തയിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അവരെ മനസ്സിലാവും എന്നുള്ളതാണ്. നിങ്ങൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളത് മനസ്സിലാക്കും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക്. അവർ കരുതുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് തിരിച്ചു ചെല്ലും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ പഴയ പോലെ ആവും, നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നാണ് അവർ കരുതുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പടി കൂടി ഉയർന്ന് നിങ്ങളുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങളിപ്പോൾ വന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു കാർഡ് അടുത്തടുത്ത് തന്നെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടേതായ ലൈഫിലോട്ട് ഫോക്കസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട്, കരിയറിലോട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ടൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആയി എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് ഈ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ പേജ് ഓഫ് വാൻസ് എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ ഉള്ള സാധ്യത കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം അതിക്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് മാറി എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അബ്സെൻസ് ആണ്, അതായത് നിങ്ങളില്ലാതെ അവർ ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അവർ കംപ്ലീറ്റഡ് അല്ല, അവർ നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷനിൽ അവർ ഒരു ആബ്സെൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ കംപ്ലീറ്റ് അല്ലാത്ത രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അവർ ഒറ്റയ്ക്കായ പോലെ, അല്ലെങ്കിൽ അവരിൽ തന്നെ അവർക്ക് ഒരു കംഫർട്ട് തോന്നുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ദ ഹെയറോഫൻ കാർഡ് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. അതുപോലെ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ആക്ഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ അവരൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഒരു സ്ട്രോങ് ഡെസിഷൻ എടുക്കാതെ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് അവർ ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം അവരിപ്പോൾ അവരുടെ ലൈഫിൽ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. മാനസികമായിട്ട് അവരിപ്പോൾ ഡൗൺ ആണ്. ഇപ്പോഴവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ, ജോബിൻ്റെ കാര്യമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നിങ്ങളൊരു സ്റ്റെബിലിറ്റിയിലോട്ട് വന്നപ്പോൾ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവർ മുന്നോട്ട് ആഗ്രഹിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. നോ നീഡ് ടു വറി എന്നാണ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ റിലേഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ദർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങളുടെ ഈ റിലേഷനിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മാറും, ഈ സിറ്റുവേഷനിൽ ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഈ റിലേഷനിൽ വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ.
ഈ ഒരു റിലേഷൻഷിപ്പിലെ മൊത്തം ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വരുന്നത്, ചേഞ്ചസ് വരുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1996 ഉത്രാടം, രോഹിണി, മൂലം, സെപ്റ്റംബർ, ഉത്രം, ലെറ്റർ എ, ലെറ്റർ സി, ലെറ്റർ ഡി, തിരുവാതിര, മകീര്യം, പൂയം, അവിട്ടം, ഉത്രട്ടാതി, പൂരാടം, ഭരണി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.